Praise the Lord. I thank the Lord for once again the opportunity to come after a few years. ചില വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ കടന്നു വരുവാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. As stated, my name is Abel and I have been in full fellowship with the brethren at Abu Dhabi. ഇവിടെ കർത്താവ് പോലെ എന്റെ പേര് ഏബൽ. ഞാൻ അബുദാബിയിലുള്ള ദൈവത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു പോയി. For a short meditation, I would like to take your attention to the Gospel of John, chapter 12, verses 3. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. Let me read it like this. Mary then took a pound of very costly perfume of pure nard and anointed the feet of Jesus and wiped his feet with her hair. And the house was filled with the fragrance of the perfume. 3-ാം വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. This is a very familiar portion and we know the context behind this. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. We are familiar with the three siblings, that is Lazarus, Martha and Mary. ആ 3 ബെഥാനിയിലുള്ള സഹോദരന്മാരെ നമുക്കറിയാമല്ലോ. മാർത്ത, മേരി, അവരുടെ സഹോദരനായ ലാസർ. In chapter 11 verses 5 we read that Jesus so loved Martha, her sister Mary and Lazarus. 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന യേശു മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. I would like to focus on the three persons that is written over here. ഇവിടെ എഴുതിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന 3 വ്യക്തികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. In verse 1 we find the first person, that is Lazarus. 1-ാം വാക്യത്തില് ലാസറിനെ കുറിച്ച് നാം വായിക്കുന്നു. The author has written and introduced him likewise, Lazarus, whom Jesus had raised from the dead. അവിടെ എഴുത്തുകാരൻ ഇങ്ങനെയാണ് ലാസറിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. യേശു മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസർ. In chapter 11 verse 1 we know Lazarus was sick and as a result he had died. അന്ന് അധ്യായത്തിൽ വായിക്കുന്നത് ലാസർ ദീനം പിടിച്ചു കിടന്നു, അവൻ മരിച്ചുപോയി. And here is a person who had been dead and been raised by Jesus. എന്നാൽ ഇവിടെ 1-ാം വാക്യത്തില് മരിച്ചവനായിരുന്നാൽ ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുന്ന ലാസറിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Yes, he is at the table with Jesus. അവൻ കർത്താവിനോട് കൂടെ പന്തിയിലിരിക്കുകയാണ്. As we keep ourselves in place of Lazarus, we can remind ourselves that we were once dead in trespass and sin. ലാസറിനോട് ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ നാമും ഒരു കാലത്ത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. But just as Jesus called Lazarus by his name, he has called you and me by our names. ലാസറിനെ ദൈവം പേര് ചൊല്ലി വിളിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് പേര് ചൊല്ലി വിളിച്ച്. Coming to the second person, we find verse 2, Martha was serving. 2-ാമത്തെ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നത് 2-ാമത്തെ വാക്യത്തിലാണ്. അവിടെ മാർത്ത ശുശ്രൂഷ ചെയ്തു എന്ന് വായിച്ചു. Looking back to the previous chapter, we know the state of Martha, that she was weeping and mourning because of the loss of her small brother. 15-ാം അധ്യായത്തിലെ തന്റെ സഹോദരന്റെ ആ മരണത്തെ തുടർന്ന് ദുഃഖിക്കുന്ന വിലപിക്കുന്ന മാർത്തയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. And we can see that she is stating to Jesus Christ that there is a stench because the body of Lazarus was kept in the tomb for 4 days. കർത്താവിനോട് മാർത്ത പറയുന്നുണ്ട്, കർത്താവെ മരിച്ചിട്ട് 4 ദിവസമായി, ഇപ്പോൾ നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറയുന്ന മാർത്തയെ നമുക്ക് 15-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. Samuel says that his mourning was turned into dancing. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന പോലെ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു കർത്താവ്. Here we find one who mourned, one who once wept is now serving joyfully. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഒരിക്കൽ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്ത ആ സഹോദരി ഇവിടെ സന്തോഷത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. She is serving joyfully because of what the Lord has done in her life. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ വലിയ നന്മയുടെ ഓർമ്മയെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടുകൂടി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മാർത്തയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. Coming to the third person, that is Mary, in verse 3 we have read that she has poured a very costly perfume over the feet of Jesus. 3-ാമത്തെ വ്യക്തി നമുക്ക് കാണാൻ കഴിയുന്നു. 3-ാമത്തെ വാക്യത്തിൽ മറിയെ കുറിച്ചാണ്. കർത്താവിന്റെ കാൽക്കൽ ആ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം പൂശിയ മറിയെ കുറിച്ച്. It is not just costly but very costly. അത് വളരെ വിലയേറിയ തൈലമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. In verse 5 we find the approximate value of this perfume, which is 300 dinari. 5-ാം വാക്യത്തിൽ അതിന്റെ ഏകദേശ വില 300 വെള്ളിക്കാശ് എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കും. Which is considered as an annual wage of a laborer.
ഒരു സാധാരണ തൊഴിലാളിയുടെ ഒരു വർഷത്തെ വേതനത്തിന് തുല്യമായ സംഖ്യയാണ് 300 വെള്ളിക്കാശ് എന്ന് പറയുന്നത്. What we can understand from this is that she offered her very best to the Lord. തനിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി കൊടുത്ത മറിയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. We have seen three persons. 3 വ്യക്തികളെ നാം കാണുകയുണ്ടായി. Lazarus, one who was dead once, had been raised by the Lord. മരിച്ച് ഉയർത്തെഴുന്നേറ്റ ലാസറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. Secondly, we have find Martha, who is joyfully serving because of what Jesus has done in her life. രണ്ടാമത് കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് സന്തോഷത്തോടെ കർത്താവിനെ സൂക്ഷിക്കുന്ന മാർത്തയെ കണ്ടു. Thirdly, we find about Mary. She is offering her very best to the Lord. മൂന്നാമത് തനിക്കുള്ള ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി അർപ്പിക്കുന്ന മറിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Verse 3 ends like this: the house was filled with the fragrance of the perfume. മൂന്നാം വാക്യത്തിനൊടുവിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. May God enable us to fill this place with our praise and worship to the Lord for what He has done in our life. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് സൗരഭ്യവാസനയായ ആരാധന കഴിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. 1 John chapter 5 verse 20 says like this: the Son of God has come. 1 യോഹന്നാൻ 5:20 നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. And He has given us an understanding. അവൻ നമുക്ക് നമ്മുടെ ബുദ്ധിയെ തുറന്നു, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിവ് തന്നു. May God enable us to worship Him. ഈ ദൈവത്തെ ആരാധിക്കാൻ തക്കോളം ദൈവം നമ്മെ സഹായിക്കുക.